നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു മീൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. സ്രാവ് വെച്ചൊരു അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ, ചോറിനും അതുപോലെ കപ്പയ്ക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പുളിയും എരിവൊക്കെ ഉള്ളൊരു ആ, മീൻ കറിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടുവരാം. ഇതിനായിട്ട് നമ്മൾ സ്രാവ് 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. വലിയ സ്രാവായിരുന്നു, അത് ചെറിയ പീസാക്കിയാണ്. ഇനിയും വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം. പിന്നെ പൊടികൾ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണോളം വേണം. അതുപോലെ തന്നെ കാശ്മീരി റെഡ് ചില്ലി വേണം, അതൊരു 2.5 ടീസ്പൂണ്. ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയുള്ളി എടുക്കുന്നുണ്ട്. ഞാൻ വലിയ ചെറിയുള്ളിയാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു 10 എടുത്തത് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. കുറച്ച് ചെറുതാണെങ്കിൽ ധാരാളം എടുക്കാം. പിന്നെ 3 പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വേണം, ഇഞ്ചി ധാരാളം വേണം. ഞാനൊരു 1.5 ഇഞ്ചോളം എടുത്ത് നീളത്തിലിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്, ഒരു വലുതായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ട് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും ഉണ്ടല്ലോ, അത് മൂന്നും ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. കരിയാൻ പാടില്ല. അപ്പോൾ ഒന്ന് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയാൽ മതി. നമുക്ക് ആ മണം നന്നായിട്ട് കിട്ടും. ശരിക്കുള്ളൊരു പച്ച മണം മാറുക എന്ന് പറയില്ല, അതുപോലെയാണ്. അപ്പോൾ ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ആയി കൊടുക്കുക. കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് ചൂടാക്കുക. എന്നിട്ട് ഇനി ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് കറക്കിയെടുക്കണം. വേറൊരു പാത്രത്തിലാക്കി സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി. അതിനുശേഷം നമ്മൾ മീനിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു വലിയതാണ്, അത് കട്ട് ചെയ്തിട്ടാണ്. ചെറിയ ഉള്ളിയാണെങ്കിൽ അതാണ് നല്ലത്. അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ച പൊടികളെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് സ്റ്റവിലേക്ക് വെച്ച് ഓൺ ചെയ്യുകയാണ്. ഇനി ഇത് ഒന്ന് തിളച്ച് വരണം. ഇതൊന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പുളി ഉണ്ടല്ലോ, പുളി എടുത്തു വെക്കാം. ഞാൻ ഇങ്ങനെ കഷ്ണം മുറിച്ച് ഇട്ടതാണ് കേട്ടോ. അതിന് ശേഷം ഇത് നമുക്ക് മൂടി വെക്കാം. മൂടി അടച്ചു വെക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വെക്കരുത്. അപ്പം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് പുറത്തോട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പകുതി അടച്ചു വയ്ക്കാം. സ്രാവ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് ചെറുതായിട്ടൊന്നൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കൊടുക്കുകയാണ്. ഇതിന് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ആ ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫാക്കി തണുത്തതിന് ശേഷം അരച്ചെടുക്കുമ്പോൾ ഒന്നുകിൽ തീരെ വെള്ളം ചേർക്കാതെ അരയ്ക്കാം. ഇനി അരയുന്നില്ല, കുറച്ചല്ലേ ഉള്ളൂ തേങ്ങ, അങ്ങനെയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ അത്രമാത്രം ഒഴിച്ചാൽ മതി വെള്ളം. എന്നിട്ട് നമുക്ക് ഇത് തിളച്ച് വെന്ത് വന്ന് സ്രാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സൂക്ഷിച്ച് ഇളകി കൊടുക്കണം, കാരണം സ്രാവ് വെന്തതാണ്. എന്നിട്ട് ഒരു തിളയും കൂടെ വന്ന് നമ്മൾ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മുടെ കറി സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. തേങ്ങ അരച്ചിട്ടാണോ വെച്ചതെന്ന് വെച്ചാൽ തേങ്ങ അരച്ചിട്ടാണ്, പക്ഷെ ഒരുപാട് അരയ്ക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.